ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാന കടൽ തീരങ്ങളിലൊന്നായ കാപ്പാട് ബീച്ചിലേക്കാണ്. കാപ്പാട് എത്തുമ്പോഴേ നമ്മൾ കാണുന്നത് ഒരു പാർക്കാണ്. എൻട്രൻസ് വ്യൂ ഒക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ അവിടെ കയറിയില്ല. നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിട്ട് ഉള്ള കാഴ്ചകളാണ് കാണുന്നത്. കോഴിക്കോട് നിന്ന് കാപ്പാടേക്ക് വരെ അതിനുമാത്രം ദൂരമൊന്നുമില്ല. മാക്സിമം ഒരു 20 കിലോമീറ്റർ. ബസ്സിന് വരുന്നവർക്ക് കുറച്ചും കൂടെ കൂടും. കൊയിലാണ്ടി വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ബസ് ഉണ്ടാവും കാപ്പാടേക്ക്. കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്നും കാപ്പാടേക്ക് ബസ്സുണ്ട്. അതിൻ്റെ എല്ലാ സമയത്തും അതുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് കൊയിലാണ്ടി വന്നിട്ട് കാപ്പാടേക്ക് വരുന്നതായിരിക്കും ബെറ്റർ. ബസ്സിന് വരുന്നവരുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. കാണാൻ മനോഹരമായ ബീച്ചാണ്. അടിപൊളി ബീച്ചാണ് കാപ്പാട്. പക്ഷെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും അപകടം നിറഞ്ഞ ബീച്ചുകളിലൊന്നാണ് കാപ്പാട് ബീച്ച്. നല്ല വെയിലാണ്. പക്ഷെ കാറ്റടിക്കുന്നതിനെ കൊണ്ട് ആ വെയിലിൻ്റെ ഒരു പവർ അറിയുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ നാടിൻ്റെ പ്രധാന ശാപം
മദ്യപാനം എന്നൊക്കെ പറഞ്ഞാൽ എൻജോയ്മെൻ്റ് ആണെങ്കിലും കണ്ടില്ലേ, ബീറിൻ്റെ കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ഇതിൽ എന്ത് സന്തോഷമാണ് അവർക്ക് കിട്ടുന്നത് അല്ലേ. ഇത് ക്ലീൻ ചെയ്യുന്നവരൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഓർക്കൊക്കെ ഒരു പരിധി ഉണ്ട്. നോക്കിയാ ഇത് വരുന്നവർക്കൊരു ബോധം വേണ്ട, ഞങ്ങൾ വരുന്നത് ഇത്രയും നല്ലൊരു സ്ഥലത്താണ്. അല്ല പിന്നെ ഇങ്ങോട്ട് വരാൻ നിൽക്കണോ? കുടിക്കാനാണെങ്കിൽ എത്ര സ്ഥലമുണ്ട്. എവിടെ ഉണ്ട് കുപ്പി? മേലെ അതൊരു കുപ്പി. ഇവിടെ ഇതിൻ്റെയൊക്കെ അടിയിൽ ഈ കക്ക വറക്കാൻ വരുന്നവരൊക്കെ ഉണ്ട്. ഇത് ഓർക്കൊക്കെ ബാധിക്കും. വെറുതെ അല്ല ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളോട് നാട്ടുകാർക്ക് ഇത്ര ദേഷ്യം. കാരണം ഇങ്ങനത്തെ വിവരക്കേടൊക്കെ ചെയ്ത് വെച്ചിട്ടില്ല പോവുക. ഇവിടെ അതാ കിടക്കുന്നത്, എത്ര അറിയാ പൊട്ടിച്ചിട്ടത്. എനിക്ക് തോന്നുന്നു ഇതിലും വൃത്തി കോഴിക്കോട് ബീച്ചിലുണ്ട്. ഈ റിട്ടേൺ പോയിട്ട് ആ തല പാറയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ അപകടം എന്തായാലും സംഭവം. ഇവിടെ വരുന്നവർ മാക്സിമം ശ്രദ്ധിക്കുക, കടലിലിറങ്ങി കുളിക്കുന്നവർ ശ്രദ്ധിക്കുക, കൂടെ ഉള്ളവരെയും ശ്രദ്ധിക്കുക. ഇന്നത്തെ അടിപൊളി ബീച്ചറിയാം. ഇവിടുത്തെ മണലൊക്കെ നോക്കിയാണ് വെറൈറ്റി കളറാണിത്. നൈസൊരു സ്വർണ്ണ കളറ് മണല്. നമ്മളെ കോഴിക്കോട് ബീച്ചിലൊന്നും ഈ കളറല്ല. ഇത്രയും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസിനെ ഗവൺമെൻറ്റിനും നല്ലപോലെ ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളത് സത്യം.